ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. മാനവം സ്വയം സഹായ സംഘത്തിൻ്റെ സെക്രട്ടറി കൂടിയായ സജി സാറിനോടൊപ്പമാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ പാറത്തോട് പ്രദേശത്തുള്ളത്. രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ആ മഴ ഒന്ന് കുറയുന്ന സമയമായപ്പോഴേക്കും പെട്ടെന്ന് ഭയങ്കര സൗണ്ട് കേട്ടു, കറണ്ട് പോവുകയും ചെയ്തു. നോക്കിയപ്പം ഞങ്ങൾ വേഗം വന്ന് നോക്കിയപ്പോൾ റോഡിൽ വലിയൊരു മരം വീണ് കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്കാണെങ്കിൽ പോസ്റ്റ് വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഈ പോസ്റ്റൊക്കെ റോഡിലേക്ക് വീണ് കിടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. കണ്ടില്ലേ, രണ്ടാമത്തെ പോസ്റ്റ് വീണ് കിടക്കുന്നു. വട്ടക്കുന്നേൽ ബെന്നിയുടെ വീടിൻ്റെ മുമ്പിലായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. ഇത് രണ്ടാമത്തെ പോസ്റ്റാണ് കിടക്കുന്നത്. മുന്നോട്ട് വന്നപ്പോൾ കിഴക്കമുറി ജോയിച്ചാട്ടിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള പോസ്റ്റ് അതും ഒടിഞ്ഞു കിടക്കുന്നു. ഇതാണ് നാലാമത്തെ പോസ്റ്റ്. ഇത് കിഴക്കമുറി സണ്ണിച്ചാട്ടിൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇങ്ങനെ 4 പോസ്റ്റാണ് ഈ റോഡിൽ മുറിഞ്ഞു കിടക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഗതാഗതം സ്തംഭിച്ചു, വൈദ്യുതി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചു, അവർ വന്നു. അവരുടെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് ഞങ്ങൾ മരങ്ങളെല്ലാം വെട്ടിമാറ്റി. മാനവം സംഘത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ സംഘത്തിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വേഗം ഇവിടെ എത്തി അതിന് ഗതാഗത യോഗ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സൈസാർ ഇനി നിങ്ങളോട് ഓൺ വോയിസിലൂടെ പറയുന്നതായിരിക്കും. ഫാത്തിമ എസ്റ്റേറ്റ് തോട്ടുമുക്ക റോഡിൽ ക്രിസ്ത്യൻ പള്ളി കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് 4 പോസ്റ്റുകൾ വീണിട്ടുള്ളത്. ഇത് രാവിലെ ഈ സംഭവം ഉണ്ടായി. ആ സമയം തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു സ്വയം സഹായ സംഘമാണ് മാനവം സ്വയം സഹായ സംഘം പാറത്തോട് എന്നുള്ളത്. ഈ മാനവം സ്വയം സഹായ സംഘത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കണ്ട ഉടനെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. പിന്നെ ആരെയും വിളിച്ചു പറയാനൊന്നും സമയം കിട്ടിയില്ല. അധികം വൈകാതെ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തകർ പലരും ഓടി സ്ഥലത്തേക്ക് വരുന്നു. ചിലർ മിഷൻ വാൾ കൊണ്ടുവരുന്നു, കത്തിയൊക്കെ ആയിട്ട് ആളുകളെത്തി മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്ന കാര്യങ്ങളിലേക്ക് പിന്നെ ഞങ്ങളെല്ലാവരും വ്യാപൃതരായി. ആ സമയത്ത് നല്ല കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു. വലിയ മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോഴുള്ള വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വീണ് കിടക്കുന്ന മരങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡിൽ കാണുന്നത് മാത്രമല്ല, ലൈനിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒടിഞ്ഞു തൂങ്ങി നിൽക്കുകയായിരുന്നു. അതെല്ലാം പലരുടെയും സഹായത്തോടു കൂടി അത് ഒതുക്കി തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. മാനവം സ്വയം സഹായ സംഘത്തിൻ്റെ പ്രവർത്തകർ മാത്രമല്ല ഈ പരിപാടിയിലേക്ക് വന്നത്. അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ സംഘത്തിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ സ്ഥലത്തെത്തി. ട്രഷററായിരുന്ന ഷിനോയിയാണ് ഏറ്റവും കൂടുതൽ മരങ്ങളും മുറിച്ച് നീക്കുന്നതിന് വേണ്ടിയിട്ട് മിഷൻ വാളുമായി വന്നിട്ട് കൂടുതൽ പണിയെടുത്തത്. അതോടൊപ്പം തന്നെ മൂക്കിലിക്കാട്ട് ബിജുവും ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങൾ വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് കഠിനമായി അധ്വാനിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഒരംഗമായിട്ടുള്ള ബെന്നി വളരെ സജീവമായ പങ്കാളിത്തം നിർവഹിച്ചു. കിഴക്കമുറി സണ്ണിച്ചായൻ വളരെ നല്ല രീതിയിൽ അതിൽ ഇടപെട്ടു. പിന്നെ ജോയിച്ചേട്ടൻ, കിഴക്കമുറി, ഇവരെല്ലാം സ്ഥലത്തുണ്ടായിരുന്നു. അതുകൂടാതെ നാട്ടുകാരായിട്ടുള്ള വിനോദ് അമ്പഴത്തിനാൽ, സുരേഷ് മായങ്ങൽ, ബിനീഷ് ചണ്ണങ്ങൽ, അമൽ എന്നിവരൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയ്തു. കൂടാതെ ഈ റോഡിലൂടെ ആ സമയത്ത് ചില ലോറികളൊക്കെ കടന്നുപോയിരുന്നു. അപ്പോൾ വണ്ടി കടന്നു പോകാൻ പ്രയാസമുള്ളതുകൊണ്ട് അവരവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് അവരും വന്ന് ഞങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചു. അപ്പോൾ ഈ സംഘം പോലുള്ളൊരു കൂട്ടായ്മ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത്തരത്തിലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ പോസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു ഉടനെ തന്നെ വിളിച്ചു പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ സംഘത്തിലുള്ള എല്ലാ ആളുകളെയും പ്രത്യേകം അവരോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എല്ലാവരും കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ 8:45 തുടങ്ങിയ കഠിനാധ്വാനം ഞങ്ങൾ അവസാനിപ്പിക്കുമ്പം 12 മണിയാവുന്നുണ്ട്. അപ്പോഴേക്കും റോഡൊക്കെ നല്ല വൃത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാവരുടെയും ഒരു ശ്രമം ഉണ്ടായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. ഒരുപാട് വള്ളിപ്പടർപ്പുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിച്ചു നീക്കേണ്ടി വന്നു. കോണി ഉപയോഗിക്കേണ്ടി വന്നു. ഇങ്ങനെ കുറേ ആയുധങ്ങളും മറ്റുപകരണങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള സംഘങ്ങളുടെ പ്രവർത്തനം ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് എവിടെയും നടക്കേണ്ടത്.
അത് നമ്മുടെ നാടിന് ഒരു മാതൃകയാക്കാവുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് സത്യത്തിൽ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഇലക്ട്രിസിറ്റിക്കാർ വന്നെങ്കിലും അവർ പോസ്റ്റ് മുറിഞ്ഞ് റോഡിലുണ്ടായിരുന്നത് കമ്പി അഴിച്ച് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. നമ്മൾ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മരങ്ങളെല്ലാം വെട്ടി മാറ്റുകയും റോഡ് യഥാർത്ഥത്തിൽ ഗതാഗതയോഗ്യമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ തിരക്കേറിയ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല ചൂടൻ ചായ ബെന്നിയുടെ വീട്ടിൽ ചെന്നപ്പം ഉണ്ടാക്കി തന്നു. ചിയേഴ്സൊക്കെ പറയുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ആണെന്ന് അതിൻ്റെ നിറം കണ്ടിട്ട് മനസ്സിലാക്കൊന്നും വേണ്ട. നല്ല കട്ടൻ ചായയും ചക്ക വറുത്തതുമായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയത്. അതിനുശേഷം റോഡിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതും ഞങ്ങൾ ചെയ്ത് എല്ലാവരും ഒന്ന് ഒത്തുചേർന്ന് പരസ്പരം ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തി നന്ദി പറഞ്ഞ് പിരിയുകയാണ് ഉണ്ടായത്.